ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം അല്പം കഴിഞ്ഞില്ല, ഉടൻ തന്നെ പാകിസ്ഥാനെ അവിടെ എൻഗേജ്ഡ് ആക്കുന്ന ഒരു സ്ഥിതിവിശേഷം അഫ്ഗാനിസ്ഥാനുമായിട്ട്. ഇപ്പോൾ നമ്മളിത് സംസാരിക്കുമ്പോൾ തന്നെ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനുമായിട്ട് അതിർത്തി മേഖലയിൽ വലിയ രീതിയിലുള്ള യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. താലിബാൻ തിരിച്ചറ്റാക്ക് ചെയ്യുന്നു, പാകിസ്ഥാൻ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്നു. അപ്പോൾ പാകിസ്ഥാനെ എങ്ങനെ എൻഗേജ്ഡ് ആയിട്ട് നിർത്തുന്നു, ആ പോയിന്റിൽ ഈ ഒരു ആക്രമണം ആരംഭിക്കുന്നത്. അത് യാദൃശ്ചികമല്ലല്ലോ, നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ കഴിയില്ലോ അല്ലേ? തീർച്ചയായിട്ടും ഇതൊന്നും യാദൃശ്ചികമല്ല. ഇത് എല്ലാം പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള സംഗതിയാണ്. ഞാൻ പറഞ്ഞത് ഇത് ഒക്ടോബർ 7, 2023 തുടങ്ങിയ പരിപാടിയാണ്. അന്ന് മുതൽ അത് കൃത്യമായി പ്ലാൻ ചെയ്ത് കൊണ്ടുവരുന്നത്. ഇപ്പൊ ലെബനോണിൽ നിന്നുണ്ടായ പ്രസ്താവന, ലെബനോൺ ഇതിൽ പങ്കാളിയല്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം ഹിസ്ബുള്ളയോട് അനങ്ങരുത് എന്നുള്ള ശാസന ലെബനോണിൽ നിന്ന് വരുന്നു എന്നുള്ളതാണ്. അത് ലെബനോൺ ഇതിൽ പാർട്ടിയല്ല എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ആക്ച്വലി അഡ്രസ്ഡ് ടു ഹെസ്ബുള്ള. അത് ഹെസ്ബുള്ളയോടാണ് പറയുന്നത്. അനങ്ങിയിട്ടുണ്ടെങ്കിൽ ലെബനോൺ സർക്കാർ തന്നെ നിങ്ങളെ കൊല്ലും എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം എന്ന് വേണം മനസ്സിലാക്കാൻ. ഇനി ആകെ ബാക്കി നിൽക്കുന്ന ഹൂത്തികളാണ്. ഹൂത്തികളുടെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് പ്രതീക്ഷിക്കപ്പെടുന്ന സംഗതിയുമാണ്. ഇനി ഇന്ത്യ തീർച്ചയായിട്ടും ഇതിനകത്ത് ഒരു തരത്തിലും ഇന്ത്യ ഇടപെടുകയോ ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള എന്തെങ്കിലും പ്രസ്താവനകൾ ഒന്നും ചെയ്യല. പക്ഷെ നിശ്ചയമായിട്ടും ഇതിനകത്ത് ഒരു ശ്രദ്ധാപൂർണമായി ബിൽഡപ്പ് ചെയ്തിട്ടുള്ള സൗഹൃദങ്ങളുടെ കൂട്ടത്തിൽ ഇന്ത്യയും ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഈ യുദ്ധത്തില് അടിയിലൂടെ ഇറാനെ ചൈന നല്ലതുപോലെ സഹായിക്കാനുള്ള സാധ്യതയുണ്ട്. ചൈന ഒരിക്കലും വെളിച്ചത്തിൽ വരില്ല, അവർ ഒളിച്ചു നിന്നേ ചെയ്യുള്ളൂ. ഒളിച്ചു നിന്ന് സഹായിക്കാൻ അവരെ കൊണ്ട് പറ്റാവുന്ന കാര്യങ്ങളൊക്കെ അവർ ചെയ്യും. പക്ഷേ ചൈനീസ് ഇന്റർവെൻഷന്റെ ഒരു ഐഡന്റിറ്റിയും അവരവിടെ റിവീൽ ചെയ്യുകയില്ല. അപ്പൊ ചൈനയുടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആയുധങ്ങളൊന്നും കൊടുത്ത് അവർ സഹായിക്കില്ല. പക്ഷെ എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള സഹായങ്ങൾ അവർ ചെയ്യാൻ പറ്റുന്നവർ ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ ഒരു യുദ്ധം എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് ഒരു യുദ്ധം, അത് ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിക്കപ്പെടുന്നില്ല എന്ന് ഉറപ്പാക്കേണ്ടത് അങ്ങേയറ്റം നിർബന്ധമുള്ള കാര്യമാണ്. കാരണം ഒരുത്തരം അത് തൊട്ടിട്ടുണ്ട് പിന്നെ ലോകം ബാക്കി ഉണ്ടാവില്ല. ആ രീതിയിലാണ് അത് ഓട്ടോമാറ്റിക്കലി ഡിസൈൻഡ് ആണ്. അത് ആളുകൾ തന്നെ പർപ്പസ്ഫുൾ ആയിട്ട് കൊണ്ട് ഇട്ടോളുന്നില്ല. എല്ലാ രാജ്യങ്ങളും ന്യൂക്ലിയർ വെപ്പൺസ് ഉള്ള എല്ലാ രാജ്യങ്ങളും അവരുടെ മിസൈലിന്റെ അറ്റത്ത് ന്യൂക്ലിയർ വെപ്പൺസ് ഘടിപ്പിച്ച് നമ്മളുടെ രാജ്യം അടക്കം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ രാജ്യം മുഴുവൻ നശിക്കുന്ന രീതിയിൽ ഒരു ന്യൂക്ലിയർ വെപ്പൺ ഇന്ത്യയിൽ വന്ന് വീണിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ശത്രുതയുള്ള മുഴുവൻ രാജ്യങ്ങളിലേക്കും മിസൈലുകൾ ഓട്ടോമാറ്റിക് ആയിട്ട് പായും വിത്ത് ന്യൂക്ലിയർ വെപ്പൺസ്. കൂടാതെ സബ്മറൈൻസിലും ഈ സാധനം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഒരു ന്യൂക്ലിയർ വെപ്പൺ പൊട്ടുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഏത് സാഹചര്യത്തിലും ഒഴിവാക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ മേലെ നിശ്ചയമായിട്ടും 100,000 കണ്ണുകൾ തുറന്നിരിക്കുന്നുണ്ടാവും ഈ അവസരത്തിൽ. പാകിസ്ഥാനുള്ള ഓരോ മൂവുകളും ട്രാക്ക് ചെയ്യപ്പെടും. അതിന്റെ ഭാഗമായിട്ടാണ് പാകിസ്ഥാൻ അവിടെ എൻഗേജ് ചെയ്യിച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ളത് എന്റെ അഭിപ്രായത്തിൽ അത് ഏകദേശം ഉറപ്പിക്കാവുന്ന ഒരു സംഗതിയാണ്. റഷ്യയാണെങ്കിലും മറ്റേ യുദ്ധത്തിൽ കുടുങ്ങി കിടക്കുകയാണ്. റഷ്യ ഇത്തരം കാര്യങ്ങൾ ഇടപെടാൻ സാധ്യതയുള്ള രാജ്യമാണ്. പക്ഷേ അവിടെ ഉക്രൈൻ പ്രശ്നത്തിൽ കുടുങ്ങി കിടക്കുന്നതുകൊണ്ട് റഷ്യക്ക് ഇറങ്ങാൻ പറ്റില്ല. നേരെ പറഞ്ഞ് ചൈന ഇത്തരം കാര്യങ്ങളിൽ ഒന്നും ഓപ്പൺ ആയിട്ട് ഇടപെടുകയാണ്. ചൈനയുടെ സ്വഭാവമാണ്. ചൈനയുടെ എത്രയോ കാലത്ത്, നിങ്ങൾ 12,000 വർഷം ചരിത്രം നോക്കിക്കോളൂ, മറ്റ് രാജ്യങ്ങളുടെ ഒരു കാര്യത്തിലും ചൈന ഇടപെട്ടിട്ടില്ല, ഇടപെടുകയുമില്ല. അവരിടപെടുന്ന നോക്കി ഈ അടിക്കൂടെയുള്ള സഹായം മാത്രമാണ്. അവർക്ക് ലാഭം കിട്ടാത്ത ഒരു പണിക്ക് വരെ നിൽക്കുകയില്ല. അത് ചൈനക്കാരുടെ ജീവനകത്ത് ഉണ്ടാക്കി വെച്ചിട്ടുള്ള എന്തോ ഒരു സംഗതിയാണെന്ന് ഞാൻ വിചാരിക്കും. നഷ്ടം വരുന്ന ഒരു പണിക്ക് വരെ നിൽക്കുകയാണ്.